ഒമർ ബറാഡ, ജേസൺ വിൽകോക്സ്, ക്രിസ്റ്റഫർ വെൽ, ഇവര് 3 പേരും കൂടെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഒത്ത നടുക്ക് വലിയൊരു പായൊക്കെ വിരിച്ച് കിടന്ന് നല്ല കൂർക്കം വലിച്ച ഉറക്കമാണ്. ഇത് കാരണം നമ്മൾ യുണൈറ്റഡ് ഫാൻസിന്റെ ഒക്കെ കിളി ഇങ്ങനെ പയ്യെ പയ്യെ പറന്നു തുടങ്ങി. ചാനലൊക്കെ ആണെങ്കിൽ തുരുമ്പ് പിടിച്ചു തുടങ്ങി. യൂട്യൂബ് ചാനലിൽ എൻ്റെ ആണെങ്കിൽ തുരുമ്പ് പിടിച്ചു തുടങ്ങി. അപ്പം അങ്ങനെ ആകെപ്പാടെ ഒരു ശോകമൂകമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കിയാൽ ഫബ്രീസിയോ റൊമാനോ എന്ന് പറയുന്ന മനുഷ്യൻ 1 മാസം പഴക്കമുള്ള എംബ്യൂമോ ബിരിയാണി എന്നും പുതിയ പുതിയ കവറിൽ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നും പറയുന്നത് തന്നെ പുതിയ രൂപത്തിൽ ഇങ്ങനെ കുഴച്ച് മറിച്ച് പുള്ളി നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നുമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എംബ്യൂമോ എന്ന് പറയുന്ന ആ ഒരു ഡീൽ എംബ്യൂമോയുടെ ആ ഒരു ഡീൽ എന്ന് പറയുന്നത് ഓവറോൾ വാലുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം ബ്രെൻഫോർഡിന്റെ വാലുവേഷൻ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെന്റ്സ്, എത്ര സ്ട്രക്ചർ, ഡീലിന്റെ സ്ട്രക്ചറിലാണ് പ്രശ്നം. എത്ര ഇൻസ്റ്റാൾമെന്റ്സിൽ ഡീൽ നടക്കും, അല്ലെങ്കിൽ ആഡ് ഓൺസ് എന്ന് പറയുന്നത് ഈസിലി അറ്റൈനബിൾ ആയിട്ടുള്ള ആഡ് ഓൺസ് ആയിരിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ ഉടക്കി നിൽക്കുകയാണ് ഡീല്. അപ്പോൾ അതങ്ങനെ അവിടെ നിൽക്കുമ്പോഴും നമ്മൾ കുറച്ച് യുണൈറ്റഡ് ഫാൻസിൻ്റെ കാര്യം നോക്കിയാൽ അവർ പറയുന്നത് 60-65 മില്യൺ ആണോ ഇവരുടെ, അല്ലെങ്കിൽ ബ്രെൻഫോർഡിൻ്റെ വാലുവേഷൻ, അത്രയും നമ്മൾ കൊടുക്കാൻ പാടില്ല, അതിന് വഴങ്ങി കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തും എന്നൊക്കെ പല യുണൈറ്റഡ് ഫാൻസും പല സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്ത് എന്നാ പറയുക, അഭിമാനമാണ് യുവമാർക്കൊക്കെ ഉള്ളത്. യുണൈറ്റഡിൻ്റെ മുതലാളിമാർക്ക് അഭിമാനവും. നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിലെ പ്ലേയേഴ്സിൻ്റെ ഒക്കെ വാലുവേഷൻ നോക്കൂ. ചെൽസി ജെയ്മി ബൈനോ ഗിറ്റൻസിന് വേണ്ടി ഏകദേശം 50 മില്യൺ പൗണ്ട്സ് ആണ്. പ്രീമിയർ ലീഗ് പ്രൂവൺ അല്ലാത്തൊരു പ്ലെയറിന് വേണ്ടി 50 മില്യൺ പൗണ്ട്സ് ആണ് ചെൽസി മുടക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ മധുവേക്കയുടെ ഡീല് ആർസണലിലോട്ടുള്ള, ചെൽസിയിൽ നിന്ന് ആർസണലിലോട്ടുള്ള മധുവേക്കയുടെ ഡീലിന് ഏകദേശം 50 മില്യന് മുകളിലാണ്. 50-55 മില്യൻ്റെ അടുത്തുള്ള ഡീലാണ്. ഇലാങ്കയുടെ ഡീൽ, ഇലാങ്ക നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് ന്യൂകാസിലോട്ട് പോകുന്നത് ഏകദേശം 52+5 മില്യൺ പൗണ്ട്സിന്റെ ഡീലിലാണ് പുള്ളി അങ്ങോട്ട് പോകുന്നത്. പിന്നെ മോർഗൻ ഗിബ്സ് വൈറ്റിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ വേണ്ടി ടോട്ടൻഹാം തയ്യാറായി നിൽപ്പുണ്ട്. 60 മില്യൺ പൗണ്ട്സ്. ഇപ്പൊ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള എംബ്യൂമോയ്ക്ക് 60-65 മില്യൺ പൗണ്ട്സ് ബ്രെൻഫോർഡ് വാലുവേഷൻ വെക്കുന്നത് ഒരു തരത്തിലും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർക്ക് അങ്ങനത്തെ കാര്യം കിട്ടിയാൽ പറ്റത്തുള്ളൂ. അത് വളരെ എന്നാ പറയുന്നത്, ജെന്യുവൻ ആയിട്ടുള്ള വാലുവേഷൻ ആണ്. അത് വേണമെങ്കിൽ കൊടുക്കുക, കാശ് ഉണ്ടെങ്കിൽ കൊടുക്കുക, മേടിക്കുക. അല്ല ഇങ്ങനത്തെ മുട്ടാത്താപ്പ് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഔട്ട് ഗോയിങ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാൻജോയുടെ ഡീലിന്റെ കാര്യത്തിൽ മാത്രം എന്തെങ്കിലും ഒരു ചെറിയ അനക്കമെങ്കിലും വെക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഇത്രയും ദിവസം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നുകൊണ്ടിരുന്നത് 25 മില്യൺ യൂറോസിന്റെ ഡീലിൽ സാൻജോയ് സൈൻ ചെയ്യാൻ യുവന്റസ് തയ്യാറാണെന്നൊക്കെയുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സാൻജോ ആണെങ്കിലും പുള്ളിയുടെ സാലറിയൊക്കെ കുറയ്ക്കാൻ പുള്ളി തയ്യാറാണ്. പുള്ളിയുടെ സാലറി എന്ന് പറയുന്നത്, നമ്മുടെ യുണൈറ്റഡിലെ സാലറി എന്ന് പറയുന്നത് 10 മില്യൺ യൂറോസ് ആണ്. പെർ ഇയർ നോക്കിയാൽ 10 മില്യൺ യൂറോസിന്റെ സാലറിയാണ്. അപ്പോൾ അത് ഏകദേശം പുള്ളി പറയുന്നത് ഏകദേശം 8 മില്യൺ യൂറോസ് വരെ കുറയ്ക്കാൻ പുള്ളി തയ്യാറാണ്. യുവന്റസ് പറയുന്നത് 5 മില്യൺ യൂറോസ് ആണ് ഓഫർ ചെയ്യുന്നത്. ഒരു 6 മില്യൺ യൂറോസ് പ്ലസ് പെർഫോമൻസ് റിലേറ്റഡ് ആഡ് ഓൺസ് ആയിട്ട് സാലറി നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിലാണ് യുവന്റസ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളിക്ക് എന്താ പറയുക, നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ 5 മില്യൺ യൂറോസ് യുണൈറ്റഡ് ഓഫർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അങ്ങനത്തെ ഒരു സംഭവം ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല. യുണൈറ്റഡിനെ സംബന്ധിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീലിൽ 5 മില്യൺ യൂറോസ് കൊടുത്താലും എനിക്ക് തോന്നുന്നു യുണൈറ്റഡിന് നഷ്ടമില്ലാതെ പോകായിരുന്നു. പക്ഷേ ഡിമാസിയോ ഒക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് യുവന്റസിൻ്റെ ഓഫർ എന്ന് പറയുന്നത് 8.6 പ്ലസ് 4.3 ആഡ് ഓൺസ് കൂട്ടി മുഴുവൻ നമ്മൾ നോക്കിയാൽ ഏകദേശം 12.9 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഡീലിൽ സൈൻ ചെയ്യാൻ യുവന്റസ് റെഡിയാണെന്ന് ഡിമാസിയോ, കുറച്ചുകൂടെ ക്രെഡിബിൾ ആയിട്ടുള്ള ഡിമാസിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡീൽ വരുമ്പോഴത്തേനും അത് യുണൈറ്റഡിനെ സംബന്ധിച്ചൊരു ഒരു നഷ്ടക്കളിയാണ്. ശരിക്കും 12.9 ടോട്ടൽ ഡീൽ എന്ന് പറയുന്നത് നഷ്ടമാണ്. കാരണം നമ്മൾ ഡോട്ട്മുണ്ടിൽ നിന്ന് സാൻജോയെ സൈൻ ചെയ്തത് ഏകദേശം 73 മില്യൺ പൗണ്ട്സിനാണ്. അപ്പോൾ 73 മില്യൺ പൗണ്ട്സ് നമ്മൾ PSRന്റെ ഒക്കെ കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷവും 14.6 മില്യൺ പൗണ്ട്സോളം നമ്മുടെ ബുക്സിൽ കാണിക്കേണ്ടി വരും. അപ്പോൾ അത്രയും വാലുവേഷൻ വരുമ്പോഴത്തേനും ഈ 12.9 എന്ന് പറയുന്ന ആഡ് ഓൺസ് എല്ലാം കൂടെ കൂട്ടിയാണ്. അപ്പോൾ എന്നാലും നമുക്ക് നഷ്ടമാണ് ആ ഒരു ഡീല്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡീലിന് എനിക്ക് തോന്നുന്നില്ല അത്രയും നഷ്ടം സഹിച്ചുകൊണ്ട് സാൻജോയെ ആ ഒരു ഡീലിൽ വിൽക്കാൻ വേണ്ടി തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഭേദം നമ്മുടെ ഈ സാലറി കവർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ടീം ഉണ്ടെങ്കിൽ
നമ്മൾ അങ്ങനെ സാൻജോയെ ലോണിൽ വല്ലതും വിടാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബുദ്ധിപരം. അല്ലെങ്കിൽ യുവന്റസ് കുറച്ചുകൂടെ വാലുവേഷൻ, പുള്ളിയുടെ വാലുവേഷൻ എന്ന് പറഞ്ഞാൽ 15-16 മില്യൺ അടുത്തുള്ള ഒരു വാലുവേഷൻ, അത്രയും സ്ട്രൈറ്റ് ക്യാഷ് നമുക്ക് തരാൻ തയ്യാറാണെങ്കിൽ സാൻജോയെ വിൽക്കണം. ഒരിക്കലും നഷ്ട കച്ചവടത്തിൽ വിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മാർക്കസ് റാഷ്ഫോർഡിന്റെ കാര്യത്തിൽ ബാർസലോണ ഒറ്റ മൈൻഡിൽ നിൽക്കുകയാണ്. റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാനായിട്ട് ബാർസലോണയുടെ മെയിൻ ടാർഗറ്റ് മാർക്കസ് റാഷ്ഫോർഡ് ആണെന്നൊക്കെയുള്ള തരത്തിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. കാരണം ലൂയിസ് ഡിയാസിന്റെ ഡീല് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. വെച്ചാൽ ലിവർപൂളിന് ലൂയിസ് ഡിയാസിനെ സെല്ല് ചെയ്യാൻ താല്പര്യമില്ല. ബാർസലോണയ്ക്ക് അത്രയും ഇപ്പം തോന്നുന്ന പോലെ കാശ് ലിവർപൂള് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പേ ചെയ്യാൻ ബാർസലോണയുടെ കയ്യിലുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ന്യായമായിട്ട് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാർക്കസ് റാഷ്ഫോർഡ് ആണ്. പക്ഷേ അവർ ബുദ്ധിമാന്മാരാണ്. അവരൊരിക്കലും നമുക്ക് കാശ് തരത്തില്ല. അവർ ലോൺ ഡീലിന് വേണ്ടി നിൽപ്പുണ്ട്. എല്ലാം കൂടെ ആലോചിച്ചിട്ട് ശരിക്കും തലകരുത്ത് കയറുന്നുണ്ട്. എന്തുവാണോ ഇതൊക്കെ? ആന്റണിയുടെ ഡീല് ഒരനക്കവുമില്ല, സാൻജോയുടെ കാര്യത്തിൽ ഒരനക്കവുമില്ല. ഇപ്പം ഇതിനേക്കാളും മോശമായിട്ടുള്ള കളിക്കാരുടെ ഡീലൊക്കെ നല്ല പ്രൈസിൽ ഇവിടെ നടക്കുന്നുണ്ട്. റാഷ്ഫോർഡ് ഇപ്പം കാരിങ്ടണിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. തന്നെ പുള്ളി വന്ന് അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പുള്ളി പ്രീ സീസൺ ട്രെയിനിങ്ങിലൊക്കെ ഇൻവോൾവ് ആകാൻ വേണ്ടി പുള്ളി താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ നമ്മുടെ റൂബൻ അമോറിമിനൊന്നും താല്പര്യമില്ല. അവനെ ആ ഒരു ടീമിൻ്റെ അടുത്തോട്ട് അടുപ്പിക്കാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ ഗർനാച്ചോയുടെ കാര്യത്തിലും പുള്ളിക്കും ഇൻഡിവിജ്വൽ ട്രെയിനിങ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ട്രെയിനിങ്, പുതിയ ടീമിനെ കണ്ടെത്തുന്നത് വരെ ആ ഒരു സെപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കാനാണ് യുണൈറ്റഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനാണ് യുണൈറ്റഡിന് താല്പര്യം. അപ്പം അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യും. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് ട്രെയിനിങ് നടത്തും. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ എല്ലാവരും കുറച്ച് ട്രിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ കൂടെ ഫിറ്റ്നസ് കോൺഷ്യസ് ആയിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ലൂസ് ചെയ്തുകൊണ്ടാണ് എല്ലാ പ്ലേയേഴ്സും പ്രീ സീസണിന് മുന്നേ ഉള്ള ട്രെയിനിങ്ങിന് വേണ്ടി കാരിങ്ടണിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവർ അത്രയും വെയിറ്റ് ലൂസ് ചെയ്തിട്ടുണ്ട്, കുറേ കൂടെ ഫിറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെയിറ്റ് ലൂസ് ചെയ്ത് കുറേ കൂടെ ട്രിമ്മർ ആകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അമോറിം, പിന്നെ ഫിറ്റ്നസ് കോച്ചുകൾ, ഇവരൊക്കെ ഒരു പ്രത്യേകതരം റെജീം ഈ ഓരോ പ്ലേയേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും കുറച്ചുകൂടെ ഫിറ്റർ ആകാൻ വേണ്ടിയുള്ള റെജീം ഓരോ പ്ലേയേഴ്സിനും ഇൻഡിവിജ്വലി കൊടുത്തിട്ടുണ്ടെന്നുള്ള തരത്തിൽ ഇൻഡിപെൻഡൻ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കൂടെ ഫിറ്റർ ആകുക, അങ്ങനെ ഫിറ്റർ ആകുന്നത് വഴി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഈ രീതിയിൽ ഫിറ്റർ ആകുന്നത് വഴി നമുക്ക് അമോറിമിൻ്റെ ഫുട്ബോളിൽ ഈ ബാക്ക് ആൻഡ് ഫോർത്ത് ഉള്ള റണ്ണിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈലൈൻ കളിക്കുന്നതുകൊണ്ട് തന്നെ ട്രാക്ക് ബാക്ക് ചെയ്യുക, തിരിച്ച് അറ്റാക്ക് ചെയ്യുക, അപ്പം അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻറ്റൻസ് ഫുട്ബോൾ കളിക്കാൻ വേണ്ട ഫിറ്റ്നസ്സിന് ഈ ട്രിമ്മിങ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ നോക്കിയാൽ എന്താ പറയുന്നത്, ബോഡിയെ ഭയങ്കരമായിട്ട് ആക്സലറേറ്റ് ചെയ്യാൻ, സ്പീഡിൽ റണ്ണ് ചെയ്യാനും, അതുപോലെ തന്നെ ബോഡി ഫെയിൻസ്, പെട്ടെന്നുള്ള അജിലിറ്റി, പെട്ടെന്നുള്ള ബോഡി മൂവ്മെൻറ്റ്സിനും ഒക്കെ ഈ രീതിയിൽ ബോഡി ട്രിം ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയാൽ ഇഞ്ചുറിയുടെ കാര്യത്തിൽ ഒത്തിരി വ്യത്യാസം വരും. ഇതുപോലെ വെയിറ്റ് ലോസ് വരുന്നതനുസരിച്ച് ഇഞ്ചുറിയുടെ കാര്യത്തിൽ ഒത്തിരി വ്യത്യാസം വരും. പിന്നെ പ്ലേയേഴ്സിൻ്റെ ഏരിയൽ എബിലിറ്റി കുറേയും കൂടെ ഇമ്പ്രൂവ് ആകാൻ ഈ വെയിറ്റ് ലോസ് സഹായിക്കും. അവർക്ക് അവരുടെ ബോഡി മുകളിലോട്ട് ജമ്പ് ചെയ്ത് മുകളിലോട്ട് പുഷ് ചെയ്യാനായിട്ട് ഈ വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് സഹായിക്കും. അങ്ങനെ ആ ഒരു ഏരിയൽ ഡ്യുവൽസ്, അതുപോലെ തന്നെ ഏരിയലി അറ്റാക്ക് ചെയ്ത് ഗോൾസ് നേടുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഇങ്ങനത്തെ വെയിറ്റ് ലോസ് സഹായിക്കും. ഇതിന് വേണ്ടിയാണ് അമോറിമിൻ്റെ ടീമൊക്കെ ഈ പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലും അവരുടെ ബോഡി വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലൊക്കെ കൂടുതലും വർക്ക് ചെയ്ത് ഇപ്പം തിരിച്ച് എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ സീസണിൽ നമ്മളെ സഹായിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. പിന്നെ നമ്മളെ സംബന്ധിച്ചൊരു നല്ല ന്യൂസ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ക്ലബിലോട്ട് കുറച്ചെങ്കിലും കാശ് കിട്ടുന്നത് പ്ലേയേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് സെല്ല് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓൾറെഡി സെല്ല് ചെയ്ത പ്ലേയേഴ്സിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിരുന്ന സെൽ ഓൺ ക്ലോസ് വഴി കുറച്ച് കാശ് ക്ലബിലോട്ട് വരുന്നുണ്ട്. അത് നമ്മളെ ഫൈനാൻഷ്യലി സഹായിക്കും എന്ന് തന്നെ കരുതാം. കാരണം നമ്മൾ നോക്കിയാൽ മാക്സി ഓയിഡെലെ എന്ന് പറയുന്ന നമ്മുടെ അക്കാഡമി കളിക്കാരനെ നമ്മൾ വിറ്റായിരുന്നു. അപ്പം വിറ്റ സമയത്ത് നമ്മൾ ഏകദേശം 40% സെൽ ഓൺ ക്ലോസ് ആണ് പുള്ളിയുടെ ഡീലിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഏകദേശം 6 മില്യൺ യൂറോസിനാണ് പുള്ളിയെ ഇപ്പം സ്ട്രാസ്ബർഗ് മേടിച്ചിരിക്കുന്നത്. സ്ട്രാസ്ബർഗ് ആ ഒരു 6 മില്യൺ യൂറോസിന് പുള്ളിയെ മേടിക്കുമ്പോൾ നമുക്ക് ഏകദേശം 2 മില്യൺ പൗണ്ട്സ് നമുക്ക് സെല്ലോൺ ക്ലോസ് വഴി, ആ ഒരു 40% സെല്ലോൺ ക്ലോസ് വഴി ഏകദേശം 2 മില്യൺ പൗണ്ട്സ് നമുക്ക് കിട്ടും. അത് മാത്രമല്ല, റയൽ മാഡ്രിഡ് റീസെൻ്റ് ആയിട്ട് മേടിച്ച അൽവാരോ കരേറാസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിൻ്റെ ഡീല് ഏകദേശം 50 മില്യൺ യൂറോസിനാണ് റയൽ മേടിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ഡീല് വഴി 15% സെല്ലോൺ ക്ലോസ് ഉൾപ്പെടുത്തിയിരുന്നുകൊണ്ട്, ബെൻഫിക്കയുടെ മണ്ടൽ ആ ഒരു സെല്ലോൺ ക്ലോസ് ഉൾപ്പെടുത്തിയിരുന്നുകൊണ്ട് നമുക്ക് ഏകദേശം 7.6 മില്യൺ പൗണ്ട്സ് നമുക്ക് കിട്ടും. അതുപോലെ ഇലാങ്കയുടെ ഡീൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 52 മില്യൺ പൗണ്ട്സിൻ്റെ ഡീൽ. അതിലും ഏകദേശം 6 to 8 മില്യൺ പൗണ്ട്സിൻ്റെ
അത്രയും കാശ് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഏകദേശം 10-15 മില്യൺ പൗണ്ട്സ് കിട്ടേണ്ടതാണ്. പക്ഷേ ഈ ഡീലുകളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് ഈ ഡീലുകളൊക്കെ നടക്കുന്നതെങ്കിൽ നമുക്കും എത്ര ഇൻസ്റ്റാൾമെൻറ്റിലാണോ പേരൻറ്റ് ക്ലബിന് ആ ഒരു ഡീല് അല്ലെങ്കിൽ മറ്റേ പുതിയ മേടിക്കുന്ന ക്ലബ്ബ് വിറ്റ ക്ലബിന് കൊടുക്കുന്ന എത്ര ഇൻസ്റ്റാൾമെൻറ്റ്സിലാണോ അത്രയും ഇൻസ്റ്റാൾമെൻറ്റ്സിലായിരിക്കും നമുക്കും ഈ ആഡോൺസ് കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അങ്ങനെ കിട്ടുമ്പോഴത്തേനും കാശ് വളരെ തുച്ഛമായിരിക്കും. പക്ഷേ കുറച്ചെങ്കിലും കാശ് വരുന്നത് സെൽ ഓൺ ക്ലോസ് വഴി ആണ് എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചന്നം ഭിന്നം കമൻസ് ആയിട്ട് ഇടുക.